എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കൂട്ടരുണ്ട്. കടുത്ത ജാതി വിരോധം പറഞ്ഞുകൊണ്ട് അതിനെ മനുഷ്യവിരോധം തന്നെ ആക്കിക്കൊണ്ട് മനുഷ്യർക്കെതിരെ സംസാരിക്കുക എന്നുള്ള ഒരു അജണ്ടയെ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാർ. ഇത്തരക്കാരുടെ ഊണിലും ഉറക്കത്തിലും സംസാരത്തിലും ശ്വാസത്തിലും ഒക്കെ ജാതിയാണ് നിഴലിച്ച് കാണുക. ഇങ്ങനെ പുരോഗമനം നടിക്കുന്ന, ജാതിക്ക് വേണ്ടി വാദിക്കുന്ന, എന്നാൽ ജാതിയെ എതിർക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ചില ആൾക്കാരോടൊപ്പം ഞാൻ പല ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ ഇവരൊക്കെ അംബേദ്കറിൻ്റെ ഹിന്ദുമത വിരോധത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാം മതത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അതിലുള്ള ഓരോ എലമെൻറ്റിനെയും എടുത്ത് വിമർശനാത്മകമായി സംസാരിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഇവരോട് ചോദിക്കുന്ന സമയത്ത് വായിൽ വെള്ളമൊഴിച്ച് കമാന്ന് മിണ്ടാതെ ഇരുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട് മാത്രം അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുക, ആ മതത്തിലുള്ള ചില ജാതികളുമായി ബന്ധപ്പെട്ട് മാത്രം അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുക. എന്നാൽ ഇവരുടെ ആരാധ്യ പുരുഷന്മാർ തന്നെ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് നടത്തിയിരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കുറേയധികം വിമർശനങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്നും കേട്ടിട്ടും കേട്ടില്ല എന്നും നടിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പലരുടെയും ജീവിതവ്രതം. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ അവസരത്തിലോ പിന്നീടോ മറുപടി പറയാൻ ധൈര്യപ്പെടാതെ ചോദ്യം ചോദിക്കുന്നയാളിൻ്റെ ജാതി തിരഞ്ഞ് ആളിനെ ആക്രമിക്കുക എന്ന തരത്തിലുള്ള ഒരു പുതിയ മാർഗമാണ് ഈ കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നെ നിരന്തരമായിട്ട് അവർ ആക്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാതികുമാർ. ഈ ജാതികുമാരൻ്റെ പ്രധാനപ്പെട്ട വിനോദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുന്നതിലെന്തും ജാതിയെ ഉൾപ്പെടുത്തുക, ജാതീയമായിട്ടുള്ള ഒരു അന്ധത ബാധിച്ചതിന് ശേഷം മറ്റുള്ള സമുദായക്കാരെക്കുറിച്ച് മോശമായി സംസാരിക്കുക, സ്വന്തം മതത്തിനെക്കുറിച്ച് മോശമായി സംസാരിക്കുക, ഇങ്ങനെ എല്ലാത്തിലും ജാതി 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 എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് കൊണ്ടു നടക്കുക. അങ്ങനെയുള്ള ജാതി കുമാരനോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പറയാനായിട്ട് മറുപടി ഇല്ലാതിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ആൾക്കാർ വന്ന് അദ്ദേഹത്തിനോട് അതേ ചോദ്യം ആവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറുപടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ജാതികുമാർ അതിനുശേഷം കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ചോദ്യം ചോദിക്കുന്നയാളിൻ്റെ ജാതി വെച്ച് അയാളെ അധിക്ഷേപിക്കുക, അയാൾ എന്തോ ജാതിയിൽ അഭിരമിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. ഇതിനു വേണ്ടുന്ന ശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെയും അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവായിട്ടുള്ള എൻ്റെ പേരിനൊപ്പം പണിക്കർ എന്നൊരു പേരുണ്ട്. അത് ജാതി പേരാണ്. അത് ഹിന്ദു വിഭാഗത്തിലുള്ള മുന്നാക്ക ജാതിയുടെ പേരാണ്. അങ്ങനെ ജാതിയുടെ പേരിൽ അഭിരമിച്ചുകൊണ്ട് സ്വന്തം പേരിൽ ആ ജാതി പേര് ചേർത്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു സവർണവാദിയാണ് എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അന്നേ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇവരുടെയൊക്കെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതിരിക്കുമ്പോൾ ചോദ്യകർത്താവിനെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുക എന്നുള്ള ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രം തെറ്റാണ് എന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പോസ്റ്റുകളിൽ കൂടി ഇവർക്കൊക്കെ തന്നെ മറുപടി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേട്ടാലും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇതേ നറേറ്റീവ് ഇവർ തുടരുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിലുള്ള പണിക്കർ എന്നത് ജാതിവാലല്ല. പഴയ മധ്യ തിരുവിതാംകൂറിലുള്ള ഈഴവ, നായർ, നായാടി, വിശ്വകർമ്മ, ഗണക, ക്രിസ്ത്യൻ കുടുംബങ്ങളിലുള്ള പല ആൾക്കാർക്കും ഒരു സ്ഥാനപ്പേരായിട്ട്, ഒരു ബഹുമാന പദമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പേരാണ് പണിക്കർ. അതല്ലാതെ ആ പണിക്കർ എന്നുള്ള പേര് ഒരു മുന്നാക്ക സമുദായത്തിന് മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു ജാതി പേരല്ല. ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ നായർ വിഭാഗം മാത്രമാണ് ഫോർവേഡ് കാസ്റ്റ് എന്ന് പരിഗണിക്കപ്പെടുന്നത്. മറ്റുള്ളതൊക്കെ തന്നെ ബാക്ക്വേഡ് കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇതിൽ പലർക്കും ജാതീയമായിട്ടുള്ള സംവരണമുണ്ട്. ഇവരൊക്കെ തന്നെ പണിക്കർ എന്നുള്ള ഒരു പേര് സ്വന്തം പേരിനോടൊപ്പം ചേർക്കുന്നുമുണ്ട്. അതിനർത്ഥം പണിക്കർ എന്നത് ജാതീയമായിട്ടുള്ള ഒരു പേരല്ല, മറിച്ച് ജാതീയേതരമായിട്ടുള്ള ഒരു പേരാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ഇത് മതേതരമായിട്ടുള്ള ഒരു പേര് കൂടിയാണ്. കാരണം പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ആൾക്കാരുടെ പേരിനോടൊപ്പം പണിക്കർ എന്നുള്ള സ്ഥാനപ്പേരുണ്ട്. ഇത് പലതവണ ഞാൻ ഈ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നത് ഈഴവ വിഭാഗത്തിലുള്ള പണിക്കരാണ്. PK നാരായണ പണിക്കർ എന്നത് നായർ വിഭാഗത്തിലുള്ള പണിക്കരാണ്. P ദാമോദര പണിക്കർ എന്നത് വിശ്വകർമ്മ വിഭാഗത്തിലുള്ള പണിക്കരാണ്. ഫാദർ ഗീവർഗീസ് പണിക്കർ എന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള പണിക്കരാണ്. അതുകൊണ്ട് തന്നെ പണിക്കർ എന്നുള്ളത് ജാതിവാലല്ല എന്ന് ഈ ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി എൻ്റെ ജാതിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എങ്കിൽ ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. NSSൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നായർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള
ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിന് നുണ പറയരുത് എന്നത് മാത്രം. ഇനി എൻ്റെ പേരിനോടൊപ്പം ഞാൻ എൻ്റെ ജാതിപ്പേരായിരുന്നു വെച്ചിരുന്നത് എങ്കിലും അത് നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. നായർ എന്നും പിള്ള എന്നും മേനോൻ എന്നും ഒക്കെ പേരിനോടൊപ്പം ജാതിപ്പേര് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന ഇന്ന ജാതിക്കാർക്ക് മാത്രമേ പേരിനോടൊപ്പം ജാതിപ്പേര് വെക്കാൻ പാടുള്ളൂ എന്നർത്ഥമില്ല. അതാത് സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ജാതിയോട് അത്രത്തോളം ബഹുമാനം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവർ ആ പേരൊക്കെ വെക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതി മറ്റുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള ബഹുമാനം പാടില്ല എന്നോ മറ്റുള്ള ആൾക്കാർ ജാതിപ്പേര് അവരുടെ പേരിനോടൊപ്പം വെക്കാൻ പാടില്ല എന്നോ ഒരു തരത്തിലുള്ള നിയമവുമില്ല. ചുരുക്കി പറഞ്ഞാൽ നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ നായർ എന്നുള്ള ഒരു പേര് അയാളുടെ പേരിനോടൊപ്പം ചേർക്കുന്നുണ്ട് എങ്കിൽ ഇതര സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും അവരുടെ ജാതിയോട് അവർക്ക് ബഹുമാനമുണ്ട് എങ്കിൽ ആ ജാതി പേര് അവരുടെ പേരിനോടൊപ്പം വെക്കുന്നതിൽ ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള തടസ്സവുമില്ല. ചിലരത് വെക്കുന്നു, ചിലരത് വെക്കുന്നില്ല. വെക്കുന്നവരെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരാവശ്യവും വെക്കാത്തവർക്കില്ല. വെക്കാത്തവരോട് അത് വെക്കണ്ട എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കതിന് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. കാരണം അങ്ങനെ പേരിനോടൊപ്പം ജാതിപ്പേര് വെക്കുന്നത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു തെറ്റുമല്ല. ഇനി വേറൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ശില്പകലയുടെ വിദഗ്ധരായിരുന്ന ചില ആൾക്കാർ കേരളത്തിലെത്തുന്നു. മധ്യ തിരുവിതാംകൂറിൽ അവർ താമസമാക്കുന്നു. അവരാണ് തട്ടാവിള കുടുംബം എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത് എന്നൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ എനിക്കറിയില്ല. പക്ഷേ തട്ടാവിള കുടുംബം എന്നത് വിശ്വകർമ്മ അംഗങ്ങളാണ്. അങ്ങനെ തട്ടാവിള കുടുംബത്തിൽപ്പെട്ട അയ്യപ്പ പണിക്കരാണ് ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹശില്പി. അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടി പറയാം, അയ്യപ്പ പണിക്കർ എന്നാണ്. അദ്ദേഹം നായർ സമുദായത്തിൽപ്പെടുന്ന പണിക്കരല്ല, അദ്ദേഹം വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെടുന്ന പണിക്കരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള പണിക്കർ എന്നത് നായർ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റിൻ്റെ പ്രതീകമാണ് എന്ന് ആർക്കും പറയാനായിട്ട് കഴിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലേഖനത്തിൽ പറയുന്നത് തന്നെ തട്ടാവിള കുടുംബത്തിൻ്റെ ശില്പകലാ വൈഭവം മനസ്സിലാക്കിയ രാജാവ് അവരുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആദരപൂർവ്വം നൽകിയിരിക്കുന്ന സ്ഥാനപ്പേരാണ് പണിക്കർ എന്നാണ്. അങ്ങനെ കിട്ടുന്ന സ്ഥാനപ്പേര് അവിടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തലമുറകളായിട്ട് ഉപയോഗിക്കാനും കഴിയും. ഇനി നിങ്ങൾ പറയുന്ന മറ്റൊരു നുണയുണ്ട്. അതായത് പണിക്കർ എന്നുള്ള ഒരു സ്ഥാനപ്പേര് മറ്റുള്ള പല ആൾക്കാർക്കും നൽകിയിരുന്നു. അതായത് പിന്നാക്ക ജാതികളിലുള്ള പല ആൾക്കാർക്കും പണ്ട് നൽകിയിരുന്നു. എന്നിട്ട് ഈ പിന്നാക്ക ജാതിക്കാർ മുന്നാക്ക ജാതിക്കാരെ അനുകരിച്ച് അവരാണ് എന്ന രീതിയിൽ ജീവിക്കുന്നത് കണ്ട് പിന്നീടൊരു ഉത്തരവിറക്കി ഈ സ്ഥാനപ്പേര് അവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന്. നിങ്ങൾ നിങ്ങളുടെ അഭിമുഖങ്ങളിലും മറ്റും പറയുന്ന ഈ കഥ ഒരു നുണക്കഥയാണ്. കാരണം അത്തരത്തിലുള്ള ആൾക്കാരുടെ സ്ഥാനപ്പേര് മാറ്റിയത് അവർ മുന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെ പോലെ ജീവിക്കുന്നു, അങ്ങനെ നടിക്കുന്നു എന്നതിൻ്റെ പേരിലല്ല. മറിച്ച് അത്തരത്തിലുള്ള ആൾക്കാർ തെറ്റായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, ക്രിമിനൽ പ്രവൃത്തികളിൽ, കുറ്റങ്ങളിൽ ഒക്കെ തന്നെ ഏർപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അന്നത്തെ സർക്കുലറിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗം പറയുന്ന പല ആൾക്കാരും ആ സർക്കുലർ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. തന്നെയുമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പേര് പണിക്കന്മാർ എന്നാണ്. പണിക്കർ എന്നതും പണിക്കൻ എന്നതും രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മലയാള വർഷം 990 ഒരു സർക്കുലർ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഹിന്ദുക്കളിൽ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർ ഒഴിച്ച് മറ്റുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പിന്നാക്ക സമുദായങ്ങളിലുള്ള ആൾക്കാർ ആരും തന്നെ ഈ ഒരു സർനെയിം, പണിക്കർ എന്നുള്ള ഒരു സർനെയിം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം എത്രയോ ആൾക്കാർ ഈ പിന്നാക്ക ജാതികളിൽ നിന്ന് പണിക്കർ സ്ഥാനപ്പേര് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ഈഴവൻ. അതിനോടൊപ്പം തന്നെ പറയാൻ കഴിയുന്ന ഒരു പേരാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ എന്നുള്ള സരസകവി. നിങ്ങളുടെ ഒപ്പം ഇതേപോലെ മനുഷ്യജാതിക്ക കച്ചവടം നടത്തുന്ന പല ആൾക്കാരും പറയുന്നത് 1947 ശേഷമാണ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പിന്നീട് പലരും പിന്നാക്ക വിഭാഗങ്ങളിലുള്ളവർ പണിക്കർ പേര് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഓർക്കണം, 1931 മൂലൂർ എസ് പത്മനാഭ പണിക്കർ മരിക്കുന്നത്. അദ്ദേഹം ഈഴവ വിഭാഗത്തിലുള്ളയാളാണ്. 1931 എന്ന വർഷം 1947 16 വർഷം പിന്നിലാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പണിക്കൻ എന്നുള്ള പേരിനെ പണിക്കർ എന്നുള്ള പേരാക്കി നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ രീതിയിലത്തേക്കൊരു കള്ളക്കഥ മെനയാനായിട്ട് പ്രിയപ്പെട്ട ജാതികുമാർ ശ്രമിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ വാദം പിന്തുടരുന്ന ആൾക്കാരോട് പോലും കാണിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു അനീതിയാണത് എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ അന്നത്തെ സർക്കുലറിന് ശേഷം ഈ പണിക്കൻ എന്നുള്ള പേര് മറ്റാരും ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പിന്നീടും നമ്മൾ ആൾക്കാരുടെ പേരിനോടൊപ്പം പണിക്കൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര് വളരെ കോമൺ ആയിട്ട് കാണുമായിരുന്നു. തന്നെയല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പണിക്കൻ എന്നുള്ള സ്ഥാനപ്പേര് മാത്രമല്ല അന്ന് റദ്ദ് ചെയ്തിരുന്നത്, ഏതാണ്ട് 1/2 ഡസൻ സ്ഥാനപ്പേരുകൾ കൂടി അന്ന് റദ്ദ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു പേരും പിന്നീട് ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. 990 തിരുവിതാംകൂർ വിളംബരത്തിൽ എഴുതിയിരിക്കുന്ന റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന പേരുകൾ തണ്ടാൻ, പണിക്കൻ, നാടാൻ, അരയൻ, പട്ടറക്കാരൻ,
പൂരമ്പൻ തുടങ്ങിയ പേരുകളാണ്. ഒന്നാലോചിച്ച് നോക്കുക, പണിക്കർ എന്നുള്ള പേരല്ല അതിലുള്ളത്, മറ്റ് ചില പേരുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ന്യായം ശരിയാണ് എങ്കിൽ, അതായത് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനപ്പേരുകൾ റദ്ദാക്കിയത് എങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ഈ ഉയർന്ന ജാതിക്കാരിൽ എത്ര പേർക്ക് തണ്ടാൻ, പണിക്കൻ, നാടാൻ, അരയൻ, പട്ടറക്കാരൻ, പൂരമ്പൻ എന്നിങ്ങനെയുള്ള സർനെയിമുകൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയുക. അപ്പോഴും പണിക്കർ എന്നുള്ള പേര് ഈ മുന്നാക്ക ജാതിക്കാർക്കും പിന്നാക്ക ജാതിക്കാർക്കും അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പണിക്കൻ എന്ന പേരിനെ പണിക്കർ എന്ന പേരുമായിട്ട് തുലനം ചെയ്ത് ഇങ്ങനെയുള്ള നമ്പർ ഇറക്കരുത് എന്ന് പ്രിയപ്പെട്ട ജാതികുമാരനോട് അഭ്യർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുള്ള ഒരു റീൽ ഞാൻ കണ്ടിരുന്നു. അതിൽ ഒരു തെയ്യം കലാകാരന്, അദ്ദേഹം വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു കോലധാരിയാണ്, അതേപോലെ മുഖത്തെഴുത്ത് കലാകാരനാണ്, തെയ്യം കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. അദ്ദേഹത്തിന് മാറ്റുവള നൽകി പണിക്കർ സ്ഥാനം അവിടെ ഔദ്യോഗികമായിട്ട് ആചാരപൂർവ്വം നൽകുകയാണ്. അതായത് തെയ്യം കലയിൽ വളരെ വിഖ്യാതനായിട്ടുള്ള, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനുള്ള ഒരു ആദരം എന്ന നിലയ്ക്ക് മാറ്റുവള നൽകി പണിക്കർ സ്ഥാനം അദ്ദേഹത്തിന് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ സമുദായം നായർ സമുദായമാകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പണിക്കർ എന്നുള്ളത് സ്ഥാനപ്പേരായിട്ട് ഇന്നും കേരളത്തിൽ നൽകുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നടത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആദരവ്. ഇനി ഈ പണിക്കൻ എന്ന് പറയുന്നത് പണിക്കർ അല്ല എന്നും, പണിക്കൻ എന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു സമുദായമാണ്, അല്ലെങ്കിൽ അങ്ങനെ പിന്നീട് നൽകിയിരുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്ന് പറയുന്നതിന് കേരള സർക്കാർ തന്നെ അംഗീകാരം നൽകുന്നുണ്ട്. കേരളത്തിലെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളുടെ പട്ടികയിൽ മലപ്പണിക്കൻ എന്നൊരു വിഭാഗമുണ്ട്. ശ്രദ്ധിക്കുക, മലപ്പണിക്കർ എന്നല്ല, മലപ്പണിക്കൻ എന്ന് തന്നെയാണ് ആ വിഭാഗത്തിൻ്റെ പേര്. ഇനി പണിക്കർ എന്നുള്ളത് മുന്നാക്ക വിഭാഗത്തിന് മാത്രമുള്ള ഒരു ജാതി പേരല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കേരള PSC നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ OBC എന്ന വിഭാഗത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കളരിപ്പണിക്കർ, കണിയാർ പണിക്കർ എന്നിങ്ങനെയുള്ള രണ്ട് ജാതികളെ. എന്ന് വെച്ചാൽ പണിക്കർ എന്നുള്ളത് മുന്നാക്ക ജാതി പേരല്ല, മറിച്ച് പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു സ്ഥാനപ്പേരുണ്ട്, അല്ലെങ്കിൽ പേരായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പേരിനോടൊപ്പം ഒരാൾ പണിക്കർ എന്ന് വെച്ചു എന്ന് കരുതി അത് മുന്നാക്ക ജാതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ പണിക്കർ എന്നത് ജാതിപ്പേരല്ല എന്ന് മിസ്റ്റർ ജാതികുമാർ മനസ്സിലാക്കണം. ഇനി ഈ കണിയാർ പണിക്കർ എന്ന വിഭാഗം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ OBC വിഭാഗത്തിൽ പെടുന്നതാണ്. അവരുടെ ഒരു സംഘടനയുണ്ട്, കണിയാർ പണിക്കർ സമാജം എന്നാണ് ആ സംഘടനയുടെ പേര്. അതുകൂടാതെ കേരളത്തിലുള്ള ഗണകൻ, കളരിപ്പണിക്കർ, കളരിക്കുറുപ്പ്, കണിശൻ, കണിയാർ പണിക്കർ എന്നീ വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസേഷനുണ്ട്. KGKS എന്നാണ് അതിൻ്റെ പേര്. കളരിപ്പണിക്കർ ഗണക കണിശ സഭ എന്നാണ് അതിൻ്റെ പൂർണ്ണ പേര്. ജ്യോതിഷം, വൈദ്യം, നിലത്തെഴുത്ത്, കളരിവിദ്യകൾ, മറ്റ് അനുഷ്ഠാന കലകളായിട്ടുള്ള കോലമെഴുത്ത്, ഗന്ധർവൻ പാട്ട്, ഇതൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കുലത്തൊഴിലായിട്ട് അനുവർത്തിച്ചു വരുന്ന ആൾക്കാരാണ് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് OBC വിഭാഗമാണ്, അതല്ലാതെ അവരാരും നായർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരല്ല. അതായത് നിങ്ങളുടെ വാദത്തിൽ പറഞ്ഞാൽ മുന്നാക്ക ജാതി പേരല്ല പണിക്കർ എന്നത്. അവരുടെ ഭാരവാഹികളുടെ പേര് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളിൽ ചിലത് ഇങ്ങനെയാണ്: PK സുകുമാര പണിക്കർ, തൃപ്പങ്കോട് ഗംഗാധര പണിക്കർ, മനോജ് പണിക്കർ, രവി പണിക്കർ, പ്രദീപ് പണിക്കർ, സുരാജ് പണിക്കർ, രാവുണ്ണി പണിക്കർ, ആളൂർ മാധവ പണിക്കർ, താനൂർ പ്രേമൻ പണിക്കർ, അങ്ങനെ നിരവധി പണിക്കർ സർനെയിമുള്ള ആൾക്കാർ ഈ ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവരാരും നായർ സമുദായത്തിലുള്ള ആൾക്കാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അതേ വാദം പിന്തുടർന്നാൽ ഇവരൊക്കെ സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് ആൾക്കാർക്ക് പറയേണ്ടി വരും. എന്നാൽ വസ്തുത അങ്ങനെയല്ല. ഇവരെല്ലാം അവരുടെ സമുദായത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യായമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ പേരിനോടൊപ്പം അവർക്ക് അർഹതപ്പെട്ടിരിക്കുന്ന പണിക്കർ എന്നുള്ള സ്ഥാനപ്പേര് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. അതിനർത്ഥം അവരേതെങ്കിലും സവർണ മേധാവിത്വത്തിൻ്റെ പ്രതീകമാണ് എന്നല്ല എന്ന് മിസ്റ്റർ ജാതികുമാർ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വാദം അത് നുണയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും നിങ്ങൾ അതിനെ വീണ്ടും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരിനോടൊപ്പം എൻ്റെ ജാതിപ്പേരല്ല ഉള്ളത്. എൻ്റെ ജാതിപ്പേര് ചേർത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ജാതിയുടെ പേരിൽ ഞാൻ മറ്റാരുടെയെങ്കിലും അവസരമില്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ജാതി കൊണ്ട് ഒരു പ്രിവിലേജ് നേടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ജാതിയല്ല, മനുഷ്യൻ്റെ മെറിറ്റാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും ജാതീയതയില്ലാതെ ഒരേപോലെ തന്നെയുള്ള ജീവിക്കാനുള്ള സ്റ്റാറ്റസ് കിട്ടണം എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജാതിയുടെ പേരിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മേൽക്കൈ വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ എവിടെയെങ്കിലും നേടുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു നേട്ടത്തിനും ഒരു കാലത്തും ഞാൻ ശ്രമിക്കുകയുമില്ല എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ എൻ്റെ പേരിനോടൊപ്പമുള്ള പണിക്കർ എന്നുള്ള കുടുംബ പേരിനെ നിങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഞാനൊരു സവർണ ജാതീയതയുടെ പ്രതീകമാണ്
എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഗൂഢശ്രമമാണ്. അത് നിങ്ങളുടെ മനുഷ്യജാതിക്ക കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പരിഗണിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആർജവമുണ്ട് എങ്കിൽ എൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ ചരിത്രപരമായി പണിക്കർ എന്ന പേര് സ്ഥാനപ്പേരായിട്ടോ അതല്ല സർനെയിമായിട്ടോ സ്വീകരിക്കുന്ന എല്ലാ ആൾക്കാരും നായർ സമുദായത്തിലുള്ള ആൾക്കാരാണ് എന്ന് തെളിയിക്കേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഈഴവ വിഭാഗത്തിലുള്ളയാളാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന പോരാളി ഈഴവ വിഭാഗത്തിലുള്ളയാളാണ്. PK നാരായണ പണിക്കർ നായർ സമുദായത്തിൽപ്പെടുന്നയാളാണ്. പണിക്കരച്ചൻ എന്നറിയപ്പെട്ട ഫാദർ ഗീവർഗീസ് പണിക്കർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഇതേപോലെ നിരവധി ആൾക്കാർ വേറെയുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തട്ടാവിള കുടുംബത്തിൽ ഉൾപ്പെടെ പണിക്കർ പേര് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്നത്തെ തലമുറയിലുമുണ്ട്. ഗണക വിഭാഗത്തിലുണ്ട്, കണിയാർ പണിക്കർ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി വിഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇതേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കേരളത്തിലെ ജാതീയതരമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു പേരാണ്. അങ്ങനെയുള്ള പേരിനെ അതിൻ്റെ ചരിത്രത്തിനെ അറിയാതെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പണിക്കൻ എന്നുള്ള പേര് പണിക്കർ എന്നുള്ള പേരാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നുണ പ്രചരിപ്പിക്കാൻ മനുഷ്യജാതിക്ക കച്ചവടത്തിനായി ശ്രമിക്കുന്ന കള്ളനാണയമായിട്ടുള്ള മിസ്റ്റർ ജാതികുമാർ, നിങ്ങളുടെ ഈ നുണയും ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളോട് മുമ്പ് ഞാൻ ചോദിച്ച അംബേദ്കറുടെ ഇതര മതങ്ങളോടുള്ള വിമർശനം, അതിൻ്റെ ഇന്നും തുടരുന്ന പ്രാക്ടീസുകളോട് അദ്ദേഹം പണ്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിയോജിപ്പ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നും പറയാൻ കഴിയാത്തത് നിങ്ങൾ ജമാഅത്തയുടെ വെറും പേനയുന്തുകാരനാണ് എന്നതിൻ്റെ പേരിലാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവരുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിലെ ജാതീയത എത്രത്തോളം രൂക്ഷമാണ് എന്നത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യുകയാണ്. ഒപ്പം ഇതര മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ച് കമാന്ന് മിണ്ടാനായിട്ട് നിങ്ങൾക്ക് തണ്ടല്ലുറപ്പില്ല എന്നുള്ള കാര്യവും നിങ്ങൾ തെളിയിക്കുകയാണ്. എന്തായാലും പണിക്കർ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇനിയെങ്കിലും നിങ്ങൾ മാറ്റേണ്ടതാണ്. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെയുമല്ല, പണിക്കർ എന്നുള്ള പേര് ഇതര സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊരു ജാതി പേരല്ല എന്നുള്ള വാസ്തവം അറിയാവുന്ന ഈ നാട്ടിലുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിങ്ങളുടെ നുണജാതിക്ക കച്ചവടത്തിന് കഴിയില്ല എന്ന് പ്രിയപ്പെട്ട ജാതികുമാരനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.